കോവിഡ് ബാധിച്ചു മരിച്ച മഹാദേവ എന്ന വ്യക്തിയുടെ മൃതദേഹം സംസ്കരിക്കാൻ ഒരു നാട് മൊത്തം തടസ്സം നിന്നു. മഹാദേവിയുടെ ബന്ധുക്കളടക്കം ഇനി എന്തു ചെയ്യുമെന്ന് പകച്ചു നിൽക്കുമ്പോൾ അവിടെ രക്ഷകരായി എത്തിയത് സംഘപരിവാർ തീവ്രവാദികളായും ജിഹാദികളായും ചിത്രീകരിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയാണ്. കോവിഡ് ബാധിച്ചു മരിച്ച മഹാദേവിയുടെ ആത്മാവിന് നിത്യശാന്തി നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ പ്രവർത്തകരാണ്. അതും ബൈക്കിൽ കൊണ്ടുപോയി. ഞങ്ങളുടെ വാർത്ത നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി അതിലുള്ള ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ കോവിഡ് കാലം സംഘപരിവാറിന്റെ പല നുണപ്രചരണങ്ങളും പൊളിഞ്ഞടുങ്ങിയ കാലം കൂടിയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തെ നിരന്തരമായി വേട്ടയാടിയിരുന്ന സംഘപരിവാർ ഈ കൊറോണ കാലത്തും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരുന്നു. തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തകരാണ് കോവിഡ് രാജ്യത്ത് പരത്തിയത് എന്നായിരുന്നു സംഘപരിവാറിന്റെ ആദ്യകാല പ്രചരണം. എന്നാൽ സംഘപരിവാർ മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്നത് വെറും നുണപ്രചരണങ്ങൾ മാത്രമാണെന്ന് ഈ നാട്ടിലെ സംഘികൾ വരെ മനസ്സിലാക്കിയിരിക്കുകയാണ്. കാരണം കോവിഡ് വന്ന നരകിച്ച പ്രദേശങ്ങളിലെല്ലാം കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് സധൈര്യം മുന്നോട്ടിറങ്ങുന്നത് സംഘപരിവാർ ജിഹാദികളാക്കി ചിത്രീകരിച്ച തബ്ലീഗ് ജമാഅത്തുകാരും SDPIയും പോപ്പുലർ ഫ്രണ്ടും പോലുള്ള സംഘടനകളാണ്. കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു വാർത്ത പബ്ലിക് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. ആന്ധ്രയിലെ തിരുപ്പതിയിൽ തബ്ലീഗ് ജമാഅത്ത് പ്രവർത്തകർ നടത്തുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കണ്ട 6 ഹൈന്ദവ സഹോദരങ്ങൾ തബ്ലീഗ് ജമാഅത്തിനൊപ്പം കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സംഘപരിവാർ പോപ്പുലർ ഫ്രണ്ടിനെതിരെയും തബ്ലീഗ് ജമാഅത്തിനെതിരെയും നടത്തിയത് കേവലം നുണപ്രചരണങ്ങൾ മാത്രമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയ കാലം കൂടിയാണ് ഈ കോവിഡ് കാലം. അത്തരത്തിലൊരു വാർത്ത തന്നെയാണ് കർണാടകയിൽ നിന്നും പുറത്തു വരുന്നത്. കർണാടകയിലെ കൊളേകാല എന്ന താലൂക്കിൽ മഹാദേവ എന്നു പേരുള്ള ആൾ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. എന്നാൽ മഹാദേവിയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അന്നാട്ടിൽ ആരുമുണ്ടായില്ല. കാരണം അന്ത്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ തങ്ങൾക്കും കോവിഡ് പകർന്നേക്കുമെന്ന ഭയം ഉണ്ടായതിനാലാണ് അന്നാട്ടിൽ ആരും മഹാദേവിയുടെ മൃതദേഹം സംസ്കരിക്കാൻ പോലും തയ്യാറാവാത്തത്. സ്വന്തം ബന്ധുക്കൾ പോലും മഹാദേവിയുടെ മൃതദേഹം സംസ്കരിക്കാൻ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ സധൈര്യം മഹാദേവിയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ്. മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസോ മറ്റു വാഹനങ്ങളോ നൽകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ എത്തുകയും ഇരുചക്ര വാഹനത്തിൽ മൃതദേഹത്തെ എടുത്തുകൊണ്ടുപോയി അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുകയുമായിരുന്നു. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ആ വീഡിയോ കാണാം. എന്തു തന്നെയായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിറഞ്ഞ കയ്യടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നത്. നിരവധി പേർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ചെയ്ത ഈ പ്രവർത്തനത്തെ അഭിനന്ദിച്ച രംഗത്തെത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സംഘപരിവാർ ഇനി പോപ്പുലർ ഫ്രണ്ടിനെതിരെ എന്തൊക്കെ നുണപ്രചരണങ്ങൾ നടത്തിയാലും ഇന്നാട്ടിലെ ജനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് ആരാണെന്ന് അവരുടെ പ്രവർത്തനങ്ങൾ വഴി മനസ്സിലാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.